ശ്രീമതി ടി.പി. സിന്ധുമോൾ, പക്ഷെ തൃശ്ശൂരിൽ നിങ്ങൾ കളിച്ചത് കെ കരുണാകരന്റെ ലെഗസി നിങ്ങളിലേക്ക് ചേർക്കാനുള്ള ഒരു കളിയാണ് എങ്കിൽ അതിനൊരു മറുപുറം ഉണ്ടാകില്ലേ? കടുത്ത കോൺഗ്രസ് വികാരം ഒറ്റക്കെട്ടായി നിൽക്കില്ലേ ഈ പറയുന്ന നിങ്ങളുടെ രാഷ്ട്രീയ അതിബുദ്ധിയെ അതിജീവിക്കാൻ? മാധു, ഇതിനു മുമ്പുള്ള ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞിട്ട് മാധുവിൻ്റെ ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് വരാം. ഇവിടെ ശ്രീ എ.കെ. ആൻ്റണിയുടെ മകൻ അനിൽ ആൻ്റണി BJPയിൽ ചേർന്നു. നമ്മളെല്ലാം ചർച്ച ചെയ്തതാണ്, നിങ്ങളെല്ലാവരും ഈ വിഷയവും ചർച്ച ചെയ്തതാണ്. പക്ഷേ ആ മകൻ വരുന്നു എന്നറിഞ്ഞപ്പോൾ മീഡിയ, നിങ്ങൾ ഉൾപ്പെടെ എ.കെ. ആൻ്റണിയെ സമീപിച്ചപ്പോൾ അദ്ദേഹം എങ്ങനെയാണ് പ്രതികരിച്ചത്? അദ്ദേഹത്തിന് വിഷമമുണ്ട്, അദ്ദേഹം ഇതുവരെ നിലനിന്ന രാഷ്ട്രീയം, ആ രാഷ്ട്രീയത്തെ അദ്ദേഹം വിടില്ല, ഉപേക്ഷിക്കില്ല, മകൻ്റെ ഇഷ്ടം സ്വീകരിച്ചു, അതിനിപ്പോൾ ഞാനൊന്നും പറയാനില്ല, അതെന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് വിഷമമുണ്ടായിരുന്നു. അദ്ദേഹം വികാരധീനനാകുന്നതൊക്കെ നമ്മൾ കണ്ടു. പക്ഷേ എത്ര മാന്യമായിട്ടാണ് മകൻ്റെ ഒരു രാഷ്ട്രീയ മാറ്റത്തെ അദ്ദേഹം ഉൾക്കൊണ്ടുകൊണ്ട് എന്നാൽ തൻ്റെ നിലപാടിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അദ്ദേഹം നമ്മളോട് മറുപടി പറഞ്ഞത്. അനിൽ ആൻ്റണിക്ക് ആ വീട്ടിൽ പ്രവേശനമുണ്ട്, അനിൽ ആൻ്റണിക്ക് ആ അച്ഛൻ്റെയും ആ കുടുംബത്തിൻ്റെയും അവരുടെ മനസ്സിലൊക്കെ ഇന്ന് അംഗീകാരവും അവിടെ പ്രതിഷ്ഠയുമുണ്ട്. പക്ഷേ സ്വന്തം സഹോദരി മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിൽ പോയി എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ ഒരു സഹോദരനെടുത്ത നിലപാട് എന്താ മാധു? ഈ രാഷ്ട്രീയ കേരളത്തെ ലജ്ജിക്കുന്നത് ഇതാണോ കോൺഗ്രസിന്റെ സംസ്കാരം എന്ന് ഇവിടുത്തെ കൊച്ചുകുട്ടികൾ വരെ ചോദിക്കുന്നു. നിങ്ങളുടെ പ്രത്യയശാസ്ത്രത്തിൽ നിന്ന് ഒരാൾ മാറിപ്പോയാൽ ഇതെൻ്റെ സഹോദരി അല്ല എന്ന് പോലും പറഞ്ഞു വെക്കുവാൻ പോകുന്ന രീതിയിൽ അധപ്പതിക്കുന്ന ഒരു സംസ്കാരമാണോ എന്ന് കേരളത്തിലെ ജനങ്ങൾ, അതുതന്നെയാണ് കോൺഗ്രസിന്റെ സംസ്കാരം, അതാണ് ഇവർക്ക് ഈ നിലനിൽപ്പില്ലാതെ പോകുന്നത്. അങ്ങനെ സംശയിക്കുന്ന വാക്കുകളല്ലേ ശ്രീ മുരളീധരന്റെ എന്താണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് പ്രകടമായത്? അദ്ദേഹം സ്വന്തം പെങ്ങളെ തള്ളിപ്പറയുന്നു, രക്തബന്ധത്തെ സ്വന്തം രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി തള്ളിപ്പറയുന്നു. അവിടെ സ്വന്തം അച്ഛനെ ഈ മകൾ കൊന്നതാകാമെന്ന് വ്യാജനായിട്ടുള്ള ഒരു നേതാവ്, ഇവരുടെ യൂത്ത് കോൺഗ്രസിന്റെ നേതാവ്, ഒരു വ്യാജ നേതാവ് ഇരുന്ന് പറഞ്ഞപ്പോൾ അതിന് കൈയടിക്കുന്നു. ആര്? സ്വന്തം സഹോദരൻ. ആ സഹോദരി സ്വന്തം അച്ഛനെ, അവരുടെ രണ്ടുപേരുടെയും പിതാവാണെന്ന് ഓർക്കണം. അവിടെ അവർ കേസ് കൊടുക്കാൻ പോകുന്നുണ്ട് വേറൊരു കാര്യത്തിൽ എന്നാണ് പറഞ്ഞത്. അത് ഞാൻ ആ വിഷയത്തിലേക്ക് വരുന്നില്ല. പക്ഷെ സ്വന്തം സഹോദരി സ്വന്തം പിതാവിനെ കൊന്നതാണെന്ന് ഒരു വ്യാജൻ കയറി വന്ന് പറഞ്ഞപ്പോൾ അതിന് കൈയടിക്കുന്ന ഒരു സഹോദരന്റെ നിലവാരം കുറഞ്ഞ രാഷ്ട്രീയം കേരളം കണ്ടു. ഇതാണ് കോൺഗ്രസിന്റെ സംസ്കാരം. ഇവിടെ ആരുടെയും ഓശാരം ഒന്നും വേണ്ട മാധു, ആർക്കെങ്കിലും BJPയിലേക്ക് വരാൻ ആരും കുടുംബത്തിലെ വ്യക്തിപരമായ പരാമർശങ്ങളിലേക്ക് കടന്നു പോകാൻ എനിക്കും താല്പര്യമില്ല ശ്രീമതി ടി.പി. സിന്ധുമോൾ. പക്ഷേ രാഷ്ട്രീയമായി തള്ളി പറയുന്നതിന് പ്രേരകമായ ചില ഘടകങ്ങളുണ്ടല്ലോ. മറ്റു പരാമർശങ്ങളെ പറ്റി ഒന്നും ഞാൻ പറയാൻ തയ്യാറല്ല കേട്ടോ. എന്നിരുന്നാലും അതായത് ഒരു തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ട് സ്ഥാനാർത്ഥി പട്ടികകളൊക്കെ വന്നു തുടങ്ങിയതിന് ശേഷം രാഷ്ട്രീയ ലാഭം എതിർചേരിക്കുണ്ടാക്കി കൊടുക്കാം എന്ന് കൃത്യമായി അറിഞ്ഞുകൊണ്ട് നടത്തുന്ന ഒരു മൂവ്മെന്റ് ആയിരുന്നു അത്. അതിപ്പോ അനിൽ ആന്റണിയെ പോലെ അല്ല പത്മജ വേണുഗോപാൽ. അനിൽ ആന്റണി കോൺഗ്രസിന് പോലും ഒരു കന്നിക്കാരനാണ്. പത്മജ വേണുഗോപാൽ അങ്ങനെയല്ല, അവരുടെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങൾ വഹിച്ച ഒരു നേതാവാണ്. ഇപ്പോൾ കോൺഗ്രസ് പഞ്ചായത്ത് വാർഡിൽ ജയിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ പോലും സംഘടനാ ചുമതലകൾ ഏറെ വഹിച്ചിട്ടുള്ള ഒരാളാണ്. അങ്ങനെ ഒരാൾ ഒരു തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം ഇറങ്ങിപ്പോകുക എന്ന് പറയുന്നത് രാഷ്ട്രീയമായ നീക്കമാണ്. അപ്പോൾ രാഷ്ട്രീയമായ തള്ളിപ്പറയൽ ഉണ്ടാകില്ലേ? ഇത് രാഷ്ട്രീയമായ നീക്കം എന്ത് വ്യാഖ്യാനം നൽകിയാലും ഞങ്ങൾ അതിനെ എതിർക്കുന്നില്ല. തെരഞ്ഞെടുപ്പിന്റെ സമയമാണ്, രാഷ്ട്രീയമാണ്, ഒക്കെയാണ്, സമ്മതിക്കുന്നു. പക്ഷേ ഇതിൽ വേറെ നമ്മൾ ചിന്തിക്കാതെ പോയ ചില ഘടകങ്ങളുണ്ട് മാധു. ഏതാണ്ട് ഒരു 1.5 വർഷം മുമ്പ് ഇതേ തൃശ്ശൂർ ജില്ലയിൽ നിന്നും കോൺഗ്രസിന്റെ ചില സുപ്രധാനപ്പെട്ട നേതാക്കന്മാരുൾപ്പെടെ, ഞാൻ അവരുടെ പേരുകൾ മറന്നുപോയി, ഞാനും അന്ന് ആ പരിപാടിയിൽ പങ്കെടുത്തതാണ്, സംസ്ഥാന അധ്യക്ഷന്റെ നേതൃത്വത്തിൽ കോൺഗ്രസിൽ നിന്നും മറ്റ് ചില രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും CPMൽ നിന്നും ഉണ്ടായിരുന്നു BJPയിലേക്ക് അന്ന് അംഗത്വം സ്വീകരിച്ചു വന്നു. വലിയൊരു പരിപാടിയാണ് തൃശ്ശൂരിൽ നടത്തിയത്. ഏതാണ്ട് ഒരു 1.5 വർഷം കഴിഞ്ഞിരിക്കുന്നു. ആ സമയത്ത് തന്നെ മാധു, ഞാൻ വ്യക്തമായിട്ട് പറയാം, ഇതുപോലെയുള്ള ചില കാര്യങ്ങളും ചർച്ചകളും ഒക്കെ അന്നേ ഉണ്ടായിരുന്നു. BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ഞങ്ങൾ നടത്തിയ കേരള പദയാത്രയുമായി ബന്ധപ്പെട്ട് ആ പദയാത്രയുടെ സമയത്ത് ശ്രീമതി പത്മജ വേണുഗോപാലുമായി കൂടിക്കാഴ്ച നടത്തുകയും അവർ വീണ്ടും അവർക്ക് ഈ കോൺഗ്രസിൽ നിൽക്കാൻ സാധിക്കില്ല എന്ന് അവർ മനസ്സ് തുറന്ന് പറഞ്ഞത് ആ ഘട്ടത്തിലാണ്. അതുവരെ അത്രയൊന്നും അവർ മനസ്സ് തുറന്നിട്ടില്ല. അനുഭവിച്ച പീഡനങ്ങൾ അവർ ആത്മനിന്ദയോടുകൂടി പറയേണ്ട ഒരു സാഹചര്യം, അവരുടെ എന്താ പറയുക, അവരുടെ അച്ഛൻ്റെ പേര് പറയുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു ദൈന്യതയും വേദനയും വികാരവും ഒക്കെ കണ്ട നേതാക്കന്മാർ തന്നെയാണ് BJPയുടെ. പക്ഷെ അതിൽ നിന്നും പോലും അവർക്ക് പോരേണ്ടി വരുന്ന സാഹചര്യം ഇവിടെ ഉണ്ടാക്കിയത് ഈ കോൺഗ്രസ് ആണ്. നിങ്ങൾ വളരെ കൃത്യമായിട്ട് പറയുന്നു, കോൺഗ്രസിന്റെ നേതൃത്വമാണ്.
ഇവരെ ഇന്ന് ഈ തള്ളി പറയുന്ന ഇതേ വാക്കുകൾ ഇതിനും എത്രയോ മുമ്പ് ഇവർക്കെതിരെ ഇവർ തുടങ്ങിയിരുന്നു. അവരത് തുറന്നു പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിലേക്കും പോകുന്നില്ല മാധു, അത് അവരുടെ റൈറ്റാണ്. അവർ പറയുകയോ പറയാതിരിക്കുകയോ ചെയ്യട്ടെ. പക്ഷെ വളരെ മുന്നേ തന്നെ BJPയുടെ നേതൃത്വവുമായി അത്തരം ചർച്ചകൾ നടന്നിട്ടുണ്ട്. ഇതിലൊരു ബെഹ്റയുടെയും ദൂതിന്റെ ആവശ്യം ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ CPM പറയുന്നു BJPയിലേക്ക് പോരാൻ തയ്യാറെടുത്തിരിക്കുന്നു. CPMിനത് പറയാം, കാരണം CPM ഇന്ന് ഈ കേരളത്തിന്റെ ഇട്ടാവട്ടത്തിൽ മാത്രമേ ഉള്ളൂ. അവരിവിടെ ഇന്ന് ഭരണമുള്ളത് കൊണ്ട് അവരുടെ നേതാക്കന്മാർ ഇതിൽ പിടിച്ചു നിൽക്കുന്നു. നാളെ ഇതും CPMിലും ഇതൊക്കെ തന്നെ സംഭവിക്കുമെന്നുള്ള കാര്യത്തിൽ, കാരണം ത്രിപുരയിൽ നമ്മൾ കണ്ടു, വെസ്റ്റ് ബംഗാളില് CPM ഇന്ന് പോയവരൊന്നും ആ നാട് വിട്ടു പോയിട്ടില്ലല്ലോ. അവരെങ്ങോട്ടാണ് പോയത്? BJPയിലേക്ക് തന്നെയാണ് പോയിട്ടുള്ളത്, ചേക്കേറിയിട്ടുള്ളത്. ത്രിപുരയിലും അതെ. അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഓഫീസ് ഉൾപ്പെടെ BJPയിലേക്ക് വന്നിട്ടുള്ളത്. ഞങ്ങൾ പർച്ചേസ് ചെയ്യാനൊന്നും പോയിട്ടില്ല. പക്ഷേ അവിടുത്തെ ഇവരുടെ രാഷ്ട്രീയ നിലപാടുകളോട് യോജിക്കാൻ പറ്റാത്ത അവരുടെ ആളുകൾ തന്നെ BJPയെ അംഗീകരിക്കുന്നു, തെരഞ്ഞെടുക്കപ്പെട്ടു വരുന്നു എങ്കിൽ അതൊരു വലിയ കാര്യമാണ്. പിന്നെ ഇവിടെ ഒരു കാര്യം കൂടി പറയട്ടെ. കോൺഗ്രസിന്റെ വക്താവ്, അദ്ദേഹം ഈ നാട്ടിലാണോ ജീവിക്കുന്നതെന്ന് എനിക്കറിയില്ല, അദ്ദേഹം കുറച്ച് കാര്യങ്ങളെങ്കിലും പഠിച്ചിട്ട് വന്നാൽ കൊള്ളാം. ഇവിടെ എന്ത് ചെയ്തു 10 വർഷം കൊണ്ട്? ഞാൻ 1-2 കാര്യം പറയാം. ഇവിടെ കണക്കുകൾ ചോദിച്ചല്ലോ. ഇന്ന് സാമ്പത്തിക ശക്തിയിൽ 5ാം സ്ഥാനത്താണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ലല്ലോ. ഇവിടെ ഒരു 111, ഒരുപാട് കണക്കുകൾ പറഞ്ഞു, 111 യൂണിക്കോണുകൾ രാജ്യത്ത് ആരംഭിച്ചു. അതിൽ 111ാമത്തെ യൂണിക്കോണ് ഈ നമ്മുടെ വടക്കൻ മലബാറിൽ നിന്നുള്ള ഒരു ആളുടെ നേതൃത്വത്തിലാണ് എന്ന് പറയുമ്പോൾ യൂണിക്കോൺ എന്താണെന്നൊന്ന് പരിശോധിക്കുക. ഇത്രയും വലിയൊരു സംരംഭകത്വം, ഇത്രയും വലിയ നേട്ടങ്ങൾ ഈ രാജ്യത്തുണ്ടാകുമ്പോൾ ഈ രാജ്യത്തൊന്നും ചെയ്തില്ല എന്ന് പറയുമ്പോൾ, കഴിഞ്ഞ ദിവസം 100 രൂപ ഗ്യാസിന് വീണ്ടും കുറച്ചത് എൻ്റെ സഹോദരൻ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇവിടെ 38 ലക്ഷം മെട്രിക് ടൺ അരി കേരളത്തിൽ മാത്രം പട്ടിണി കിടക്കാതിരിക്കാൻ നരേന്ദ്രമോദി കൊടുത്തത് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. 75 ലക്ഷത്തിലധികം ആയുഷ്മാൻ കാർഡുകൾ ഈ കേരളത്തിൽ കൊടുത്തിട്ടുള്ളത് നരേന്ദ്രമോദി കൊടുത്തത് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. 11 ലക്ഷത്തിലധികം 10 വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികൾ സുകന്യ സമൃദ്ധി പദ്ധതിയിൽ ഉണ്ട് എന്നുള്ളത് കോൺഗ്രസിന്റെ വക്താവ് കണ്ടിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. ചോദിച്ചാൽ ഞാൻ ആ വലിയ തെരഞ്ഞെടുപ്പ് സമയമാണ് നമുക്ക് ഈ പറയുന്ന ചർച്ചകളൊക്കെ രാഷ്ട്രീയമായ പ്രയോഗവൽക്കരിക്കാനൊക്കെ ഒരു താല്പര്യം ഉണ്ടാകും. ഞാൻ മനസ്സിലാക്കുന്നു ശ്രീമതി TP സിന്ധുമോൾ. ശരി, ശ്രീ